അപ്പോൾ നമ്മൾ രാവിലെ വന്ന സമയത്ത് മെമ്മറി കാർഡ് പ്രോപ്പറായിട്ട് ഇൻസേർട്ട് ചെയ്തിട്ടില്ലായിരുന്നു. അതുകൊണ്ട് റെക്കോർഡിങ് കിട്ടിയിട്ടില്ല. നേരത്തെ ഇറങ്ങി കേട്ടോ. കൊടുത്തൊരു സുഖം 5:50. ചൂട് 80 ഡിഗ്രി 30 ഡിഗ്രി എന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം എത്രയാണ് നോക്കട്ടെ. പോയി 29 ഡിഗ്രി അല്ലേ. ഇപ്പം നോക്കാം. ഇപ്പോഴും 29 ഡിഗ്രി തന്നെയാണ് കേട്ടോ. 29 ഡിഗ്രി. ആ കുട്ടീനെ വലിച്ചാണല്ലോ കൊണ്ടുപോണേ. സെൽഷ്യസ് കാനഡയിൽ ഇതിനെക്കാട്ടിക്ക് എത്രയോ നല്ല ക്ലൈമറ്റാണ് ശരിക്കും പറഞ്ഞാൽ. നമ്മളെ ക്ലൈമറ്റ് ഇവിടെ സൂര്യനടുത്തായതുകൊണ്ട് 29 എന്നൊക്കെ പറഞ്ഞാൽ അത്ര നല്ല ഇതല്ല. എന്താ മറ്റേ ടാൻ എന്ന് പറയില്ല, നമ്മൾ മേത്തൊരു കറുത്ത ഇതൊക്കെ വരും. ഞാനാണെങ്കിൽ സൺക്രീമും തേച്ചിട്ടില്ല. നോക്കി കിടക്കട. അപ്പോൾ നമ്മൾ പോസ്റ്റ് ചെയ്യാൻ വന്നതാ.
I've got an item outside. So, when my brother was just here, so he left a nice T-shirt and stuff. It's pretty light. So, I bring it here. നാട്ടിലാകുമ്പോഴുള്ള ഗുണം എന്താണെന്ന് അറിയാം, കുറച്ച് ദൂരെയാണ് സണ്ണ്. ഇവിടെ അടുത്ത് തന്നെ സണ്ണ്. പിന്നെ എല്ലാം കൊണ്ടും ഇത് ദൈവത്തിൻ്റെ ഓരോ കളികളാണെന്നുണ്ട്. എല്ലാം നല്ലത് തരുമ്പോൾ ചിലത് ചീത്ത തരും. ഇല്ലെങ്കിൽ എന്താ നാച്ചുറൽ റിസോഴ്സിനാണെങ്കിൽ ഇന്ത്യ നല്ലത്, എല്ലാത്തിനും നല്ലത്. ഭരണാധികാരികൾ കുറച്ചൊരു അടിപൊളിയായിട്ട് കിട്ടിയാൽ മതിയായിരുന്നു. എല്ലാം ഈ എന്താ പോപ്പുലേഷനെ കുറിച്ച് ഇങ്ങനെ കംപ്ലൈൻറ്റ് പറയുകയാണെങ്കിൽ പിന്നെ ഒരാവശ്യമില്ലല്ലോ. നല്ല കൊണ്ടുവരാനല്ല ഇന്ത്യ. ഇവിടെ ആണെങ്കിൽ ഇതൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന പുല്ലൊക്കെ. നമ്മളെ ട്രാക്ക് ക്ലീനായി. നമ്മളെപ്പോഴും ലൈറ്റ് ആവണമെങ്കിലും ക്രോസ് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് ക്രോസ് ചെയ്യുക. ഇവിടെ നിന്നൊക്കെ ചില ആൾക്കാർക്ക് തെറ്റ് പറ്റില്ല, കാൽക്കുലേഷൻ അങ്ങനെ വന്നുകൂടായികല്ലോ. വേഗം പോടാ, വേഗം പോയാൽ എനിക്കും പെട്ടെന്ന് പോവാം.
ചെറിയ നായ്ക്കുട്ടിയതാ. കാണാൻ തന്നെ നല്ല രസമല്ലേ. വലിയ ചൂടില്ല. ഒന്ന് കുറയ്ക്കണ. Thank you. ഇതാലേ ഓടുന്ന ചെക്കന്മാര്. ഇന്ത്യക്കാര് ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ വന്നാൽ വെയിൽ കൊണ്ടിട്ട് കറക്കും. ഇവന്മാര് കറക്കണില്ല. ഇതൊക്കെ എന്താണ് പ്രതിഭാസം? ദൈവേ, യാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഇവിടെയൊക്കെ ശരിക്കും നെറ്റ് കെട്ടിയിട്ട് കളിക്കണ്ട. അല്ലെങ്കിൽ സച്ചിനെ പോലെ ഒക്കെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അടി ഇങ്ങോട്ട് വന്നാലേ. സച്ചിനല്ല, റോബിൻ ഉത്തപ്പ അല്ല, എന്താണ് പേര്, വേറൊരുത്തുണ്ടല്ലോ, ഹിറ്റ്മാൻ എന്നറിയപ്പെടുന്ന കോഹ്ലിൻ്റെ ഒക്കെ കൂടെപ്പുള്ള രോഹിത് ശർമ്മ.
രോഹിത് ശർമ്മ. ഇന്ത്യൻ ഓരോ കളിക്കാർക്ക് ഇവർ നല്ല രീതിയിലാണ് സെറ്റപ്പ് ചെയ്തത് തിരിച്ചിട്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞ എവിടെയാണ് എത്ര പൈസ അവർക്ക് കിട്ടണല്ലേ. സ്പോർട്സ് ഫീൽഡ് പൈപ്പ്. ചൂട് 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 ചൂട്. ജൂൺ, ഇതിപ്പോൾ ജൂണല്ലേ, ജൂലൈ. ഇതെന്താ ഒരു കായ്, അത് നോക്കണോ? സ്റ്റോൺ. മരങ്ങൾ, കാട്ടിൽ മരങ്ങൾ. പഴയകാല ചിന്തകളാണ് പ്രശ്നങ്ങൾക്ക്. മാതാപിതാക്കളുടെ ഗുരുദേവ്. കേരള പട്ടിണി എടുക്കണ കോടീശ്വരന്മാർ, അത് നോക്കിയാലോ. ചിലപ്പോൾ ഇവിടുത്തെ ആൾക്കാരെ ഉദ്ദേശിച്ചിട്ടായിരിക്കും പറയണേ. ഇതിനൊരു പട്ടിണി എടുക്കണം. ഒന്നിനും തികയാണ്ടാവുന്ന ഒരു സാഹചര്യം വരുമ്പോ പക്ഷെ അത്ര പെട്ടെന്ന് ഡോക്ടറെ കണ്ടോളൂ നമ്മള് നമുക്ക് വേണ്ടി ജീവിക്കാനായിട്ട് ടൈം പീരീഡ്. ഹലോ നമസ്കാരം. അപ്പൊ നമ്മൾ ഇക്കണ്ട കൊല്ലത്ത് നമ്മുടെ ജീവിതാനുഭവങ്ങളും പിന്നെ നമ്മളെ പണ്ടാറ് ബുദ്ധിമുട്ട് ചെയ്യണ ആ വീഡിയോസിക്ക് എല്ലാവർക്കും സ്വാഗതം. ഇങ്ങനത്തെ വീഡിയോസ് കാണാനായിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് നമ്മുടെ ചാനലിലേക്ക് സപ്പോർട്ട് ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം, ഫ്രണ്ട്സിലേക്ക് ഒന്ന് അയച്ചു കൊടുക്കുക. അപ്പോൾ കാര്യത്തിൽ കിടക്കാം. നമ്മുടെ എല്ലാവരുടെ ഉള്ളിൻ്റെ ഒരു ഗായകരുണ്ടാവില്ല. എൻ്റെ ഉള്ളിലുണ്ട് ദാസേട്ടൻ, അതുപോലെ പെണ്ണുങ്ങളുടെ ഉള്ളിൽ ചിത്രചേച്ചിയും ജാനകിയും പലരും ഉണ്ടായിരിക്കും. പക്ഷേ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ പാട്ട് പാടി കഴിഞ്ഞാൽ അടിപൊളിയാണ്. നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ നമ്മൾ ഏത് പാട്ട് പാടിക്കും പൊളിയായിട്ട് പാടും. പക്ഷെ ഈ പാട്ട് നമ്മൾ പുറത്തേക്ക് എടുത്ത് പാടി കഴിഞ്ഞാൽ ചില സമയത്ത് ഈ ഒരു അവസ്ഥയിൽ ചിലപ്പോൾ എത്തും. അപ്പോ പാട്ടുകൾ മനസ്സിനകത്ത് പാടി കഴിഞ്ഞാൽ കുഴപ്പമില്ല, പുറത്തേക്ക് വരുമ്പോഴാണ് പ്രശ്നങ്ങൾ. അതായത് പബ്ലിക്കിലേക്ക് പറയുമ്പോഴാണ് പ്രശ്നങ്ങൾ എന്ന് പറയുന്നത്. കാരണം എന്തായാലും വീഡിയോ പോയപ്പോൾ നമുക്ക് മനസ്സിലാവും. എന്റെ മനസ്സിൽ തോന്നിയ വലിയൊരു ഭ്രാന്തമായ ചിന്ത. അത് കാരണം അതിന് മുമ്പ് അനുഭവങ്ങളും സംഭവങ്ങളും കാരണം കൊണ്ട് ഉണ്ടായ ഒരു ചിന്ത. അപ്പൊ ഞാനിത് പാടാൻ പോവാണ്. പാടി കഴിയുമ്പോഴാണ് ഇതിനകത്തുള്ള പോരായ്മകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് പറഞ്ഞു തരണം. കഴിഞ്ഞ കുറച്ചു കാലങ്ങളായിട്ട് നമ്മൾ നല്ല സാമ്പത്തികമായുള്ള അച്ചടക്കം പാലിച്ചു പോവുകയാണ്. അതായത് അനാവശ്യമായ കാശും ചെലവാക്കാതെ കിട്ടുന്ന ഓരോ ഡോളറും വളരെ നമ്മൾ എന്താ പറയാ മര്യാദയ്ക്ക് വിനിയോഗിച്ചുകൊണ്ട് കറക്റ്റ് പാക്ക് ടു പാക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് നമ്മുടെ. അപ്പൊ അത് കാരണം കൊണ്ട് തന്നെ എന്താ വെച്ചെങ്കിൽ ഒരാഴ്ച കിട്ടുന്ന പൈസ കറക്റ്റ് ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി മാറ്റി വെച്ച് ഇങ്ങനെ പോയി. അവസാനം കഴിഞ്ഞ ആഴ്ച ഒരു $100 മുകളിൽ അക്കൗണ്ടിൽ ഉണ്ടാവും എന്നുള്ള സാഹചര്യത്തിൽ അത് ഭക്ഷണത്തിന് വേണ്ടി മാറ്റി വെച്ചിട്ട് ഞാൻ എൻ്റെ ജോലിക്ക് വേണ്ടി തിങ്കളാഴ്ച ജോലി പുറപ്പെട്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ തിങ്കളാഴ്ച ഫോൺ വന്നു. ഈ സാമ്പത്തിക ബുദ്ധിമുട്ടുകളുടെ ഉള്ളിൽ കൂടെ തന്നെ നമ്മൾ ബാങ്കിൽ നിന്നൊരു വിളി വന്നു. ക്രെഡിറ്റ് കാർഡിൽ ആ സെക്ഷനിൽ ഭയങ്കരമായിട്ട് സാമ്പത്തിക ബുദ്ധിമുട്ട് അവർക്ക് ഉണ്ടാവുന്നുണ്ട്. പൈസ ഒന്ന് തായോ ഞങ്ങൾ അതിനെ ബുദ്ധിമുട്ടിക്കല്ലേ എന്ന് പറഞ്ഞു. മറ്റൊരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാല് മിനിമം പേയ്മെന്റ് അടയ്ക്കണം,
മോനെ എന്നുള്ളതാണ് ആ വിളി. അപ്പൊ അതും കൂടി പോയപ്പോ എന്തുണ്ടെന്ന് അക്കൗണ്ട് -3 പോയി. ഏറ്റവും വലിയ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ പിന്നെ ശമ്പളം തരണമെങ്കിൽ അടുത്ത വ്യാഴാഴ്ച വൈകിട്ട് 5-5 സമയത്ത് ശമ്പളം കയറുക. എന്താ ചെയ്യാന്ന് ആലോചിച്ചു. കാരണം എന്താ വെച്ചെങ്കില് വീട്ടില് പെണ്ണുമ്പിള്ളായിട്ട് ചെറിയ വഴക്കൊക്കെ ഉണ്ടാക്കിയിട്ട് ഭക്ഷണം ഒന്നും വേണ്ടാണ്ട് വലിയ സ്റ്റൈലിൽ ഇറങ്ങി പോവും ചെയ്തു. എന്നാ കയ്യിലുണ്ടായിരുന്ന കാശാണെങ്കിൽ ഞാൻ ക്രെഡിറ്റ് കാർഡിൽ കൊണ്ടുപോകും ചെയ്ത്. എന്ത് ചെയ്യും? അങ്ങനെ ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരനെ വിളിച്ചു പറഞ്ഞു, അളിയ പണി പാളിയിട്ടുണ്ട്, കാശുണ്ടോ കയ്യില്? അപ്പൊ ദൈവം സഹായിച്ച് അവന്റെ കയ്യിൽ കാശില്ല. അവൻ പറഞ്ഞു, പക്ഷെ കാശില്ല, ഞാൻ വീട്ടിലുണ്ട്, ഞാൻ കുറച്ച് ഭക്ഷണം നിങ്ങൾക്ക് ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ യാത്രയുടെ ഇടയിലായിരുന്നു എൻ്റെ വീട്. അപ്പോ പുള്ളി എനിക്ക് ഭക്ഷണം പാചകം ചെയ്ത് കൊണ്ടുവന്നു. നമ്മൾ ചില സിനിമയിൽ പറയില്ലേ പെട്ട തള്ള സൈക്കില്ലാന്ന്, അമ്മാതിരി ഭക്ഷണമായിരുന്നു. പക്ഷേ നല്ല രുചി ഉണ്ടായിരുന്നു. കാരണം എന്താ വെച്ചാൽ അമ്മാതിരി മെച്ചപ്പായിരുന്നു. വെളുപ്പിന് തൊട്ട് പട്ടിണി എടുത്ത് പോണൊരു ആളുടെ അവസ്ഥ ആലോചിച്ചാൽ മതി. പക്ഷെ ഞാൻ ആ കൂട്ടുകാരനെ വളരെ നന്ദിയോട് കൂടി സ്മരിക്കുന്നു. കാരണം എന്താ വെച്ചാൽ അവനത് ചെയ്തല്ലോ. അവൻ പെട്ടവന്ന മാതിരി കുറച്ച് ഓംലെറ്റ് അടിച്ച് വീട്ടിൽ ബ്രെഡ് ഉണ്ടായിരുന്നു, അത് കൊണ്ടുവന്നു. പിന്നെ ബർഗറിന്റെ പാറ്റി ആ സാധനം ചൂടാക്കി കൊണ്ടുവന്നു. പിന്നെ കുറച്ച് ചപ്പാത്തി, അച്ചാറ്, ഇവ സാധനം കൊണ്ടുവന്നു. വീട്ടിലെന്തോ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതെടുത്ത് കൊണ്ടുവന്നിട്ട് എന്നെ സഹായിച്ചാണ് പാവട്ട. കലയ്ക്ക് ഇതല്ല. ഞാനപ്പോ ഒരുപാട് ചിന്തിച്ചു. അതായത് കഴിഞ്ഞ 10-12 വർഷമായിട്ട് നമ്മൾ കാനഡയിൽ നിന്നിട്ട് നമ്മൾ എന്തുകൊണ്ടാണ് എത്ര കഷ്ടപ്പെട്ടെ, ഇതെവിടെ നമ്മൾ എത്തി നിൽക്കണേ എന്നുള്ള കുറെ ചിന്തകൾ നമുക്ക് വന്നു. നമുക്ക് അത് പലർക്കും വരാം, പല തള്ളാണോ? കാരണം ഓവർ എക്സാജറേഷൻ ഒന്നും വേണ്ടല്ലോ. അല്ലെങ്കിൽ വീട് എന്തെങ്കിലും എടുത്തിട്ടുണ്ടോ? തോന്നുന്നൊരു വികാരം ഉണ്ടല്ലോ. എന്നിട്ട് ലോൺ എടുക്കാന് ഇരുന്നിങ്ങനെ ചിന്തിച്ചു എന്താണ് ഇങ്ങനെ. ആ സമയത്ത് എന്നെ പഴയ നമ്മുടെ ഒരു ദോസ്ത് വിളിക്കാം. ഈ ദോസ്ത് എന്ന് പറഞ്ഞാൽ ഞാനിവിടെ വരുന്ന സമയത്ത് ഒരു 20 വർഷം മുമ്പ്, ഞാൻ വരുന്നതിന് 20 വർഷം മുമ്പ് ഇവിടെ വന്ന് സെറ്റിൽ ആയിട്ടുള്ള ഒരു ഫാമിലിയാ, ഒരപ്പച്ചനാ. അപ്പൊ അവർക്ക് ഞാൻ മക്കളേക്ക് പിന്നെ അങ്ങനെ അങ്ങ് പോയി, അതുകൊണ്ട് പിന്നെ ഇതില്ല. അപ്പൊ നമ്മളൊക്കെ ഭയങ്കര ക്ലോസാണ്. അപ്പൊ അങ്ങനെ ഇറക്കി വിളിച്ച് സംസാരിക്കുകയും ഒക്കെ ഉണ്ട്. അപ്പൊ ആളുടെ കഥ പറഞ്ഞു. അപ്പൊ എന്നോട് സംഭവങ്ങൾ ഇങ്ങനെ പറഞ്ഞു പിടിച്ചപ്പോ ആള് പറഞ്ഞു, ഇതൊന്ന് കേൾക്കുക എന്ന് പറഞ്ഞിട്ട് ആളുടെ കഥ പറയണം. അതായത് വർഷങ്ങൾക്ക് മുമ്പ് കാനഡയിൽ വന്ന അവര് വളരെ കഷ്ടപ്പെട്ടിട്ട് അവര് ഭാര്യ ഭർത്താവ് കൂടി കഷ്ടപ്പെട്ട് 3 വീടെങ്കിൽ സ്വന്തമാക്കി. 2 മക്കളെ ഇവർക്കുള്ളത്, ഒരു ആൺകുട്ടി, മൂത്ത ആൺകുട്ടി, രണ്ടാമത്തെ പെൺകുട്ടി. അപ്പൊ മൂത്തൊരു ആൺകുട്ടിക്കും രണ്ടാമത്തെ പെൺകുട്ടിക്കും വേണ്ടിയിട്ട്, അതായത് അവർക്ക് 2 പേർക്കും 2 ഇഞ്ച് വീട്, നമുക്കൊരു വീട് വയസ്സാൻ കാലത്ത്. അപ്പൊ നമ്മളെല്ലാം സന്തോഷം കുടുംബം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കൺസെപ്റ്റിൽ ഇയാൾക്ക് ചെയ്തു. അങ്ങനെ കുട്ടികൾ വളർന്നു വരുന്നു. ഇയാളാണെങ്കിൽ എല്ലും മുറിയും പണിയെടുക്കണം പോലെ 2 പേരും മെനക്കെട്ടണം. അന്നത്തെ കാലത്ത് അത് വീട് മുഴുവൻ മേടിച്ചുണ്ടാക്കിയത്. മൂത്തവന്റെ യൂണിവേഴ്സിറ്റി സമയമായപ്പോ എന്താ വെച്ചാൽ മൂത്തവൻ പറഞ്ഞു, അപ്പൊ എനിക്ക് വീടൊന്നും വേണമെന്നില്ല, ഒരു പണി ചെയ്തോന്ന് പറഞ്ഞിട്ട് ആ വീട് ഡിസ്പോസ് ചെയ്ത് അവനാ കിട്ടിയ പ്രോഫിറ്റ് എടുത്തിട്ട് അവന്റെ പഠനം. അപ്പൊ ആ വീടങ്ങ് പോയി. അത് കഴിഞ്ഞ് ആ പഠിക്കാൻ പോയി യൂണിവേഴ്സിറ്റിയിലായിരുന്നു. അവനവിടെ സെറ്റിലായി. അപ്പൊ ഓരോരുത്തരും അങ്ങോട്ട് പോയി. അപ്പൊ പിന്നെ ബാക്കിയുള്ളത് 2ാമത്തെ മോളാണ്. ഈ മോള് ഇതേപോലെ തന്നെ ഒരു ഭാഗത്തുള്ളായപ്പോഴും കൊച്ചു പറഞ്ഞു, ഉണ്ടാവില്ലാന്ന് പറഞ്ഞു. കുഴപ്പമില്ല, അവനവിടെ സെറ്റിലായി. അപ്പൊ ഓരോരുത്തരും അങ്ങോട്ട് പോയി. അപ്പൊ പിന്നെ ബാക്കിയുള്ളത് 2ാമത്തെ മോളാണ്. ഈ മോള് ഇതേപോലെ തന്നെ ഡിഗ്രിക്ക് യൂണിവേഴ്സിറ്റി കൊണ്ട് ചേർന്നു. ഒരു 3/4 ഭാഗത്തുള്ളായപ്പോഴും കോഴ്സ് എനിക്കത് ഷൂട്ടാവില്ല എന്ന് പറഞ്ഞു. കുഴപ്പമില്ല എന്ന് വെച്ചാൽ അടുത്ത കോഴ്സ് അത് വയ്ക്കും. ഈ അപ്പനങ്ങ് പണിയെടുത്ത പൈസകൾ എടുത്തിട്ടാണ് ചെലവാക്കണത്. ഒരു 10 പൈസ കൊച്ചിന്റെ അധ്വാനത്തിൽ നിന്നില്ല. വീണ്ടും അടുത്ത കോഴ്സിൽ കൊണ്ടുചേർത്തു. അതൊരു പകുതി ആയിരിക്കും കൊച്ചു വേഗം ഡ്രോപ്പ് ഔട്ട് ചെയ്തു. അപ്പൊ 1-2 പറഞ്ഞു വീട്ടിൽ വർത്താനായി. അങ്ങനെ ചെറുതായിട്ട് അപ്പന്റെ വക കുറച്ച് ആക്രോശങ്ങളും കയ്യൊപ്പ് ശുശ്രൂഷ എന്തെങ്കിലും പറയല്ലോ, അതുകൂടി നടന്നു. പിറ്റത്തെ ദിവസം ആകുമ്പോഴേക്കും കൊച്ച് ബോയ് ഫ്രണ്ടിന്റെ കൂടെ കൊച്ചങ്ങ് പോയി. അതായത് ഇവിടെ ബോയ് ഫ്രണ്ടിന്റെ കൂടെ പോകാൻ പറ്റിയ ആൾക്കാരുടെ കാര്യമൊന്നുമല്ല, ഇവിടത്തെ ഒരു കളത്തിൽ വെച്ചിട്ട്. പക്ഷെ ആ ഒരു സംഭവത്തിലൂടിട്ട് അവരങ്ങ് പോവുകയും ചെയ്തു. കുറെ കാലം കഴിഞ്ഞു. അവരായിട്ട് ഇപ്പൊ പ്രത്യേകിച്ച് അങ്ങനെ ബന്ധങ്ങളൊന്നുമില്ല. മോൾക്ക് കൊടുത്ത വീട്ടില് അവരോട് താമസിക്കുന്നുണ്ട്. ഇവര് ഈ വയസ്സായ അപ്പച്ചനും അമ്മച്ചും ആ വീട്ടില് സ്വസ്ഥമായിട്ട് ജീവിക്കുന്നുണ്ട്. എന്നോട് പറഞ്ഞു, മോനെ ചെയ്താ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടല്ല ബുദ്ധിമുട്ട്, ഇങ്ങനെ ആലോചിച്ച് നോക്കാം, നിങ്ങളുടെ ലൈഫിലേക്ക് ഏറ്റവും നല്ലൊരു സമയമാണ് ഇപ്പൊ. എന്നോട് ഈ പുള്ളി ചോദിച്ചു, ഇപ്പൊ ഈ ആഴ്ച ട്രിപ്പ് കഴിഞ്ഞാൽ എന്താ പരിപാടി എന്ന് ചോദിച്ചു. പാർട്ട് ടൈം നമ്മൾ തപ്പിക്കൊണ്ടിരിക്കണ്ട, പാർട്ട് ടൈം അവർ വിളിക്കുകയാണെന്ന് വെച്ചാൽ അതുകൊണ്ട് ചെയ്തിട്ട് വേണം വീട്ടിലേക്ക് പോകാനായിട്ട് എന്ന് പറഞ്ഞു. അപ്പൊ എന്നോട് ആ പുള്ളി പറഞ്ഞ കാര്യം എന്താ വെച്ചെങ്കില്, ഇപ്പോ ഏറ്റവും കൂടുതൽ നിനക്ക് ഫാമിലിയുടെ കൂടെ, ഫാമിലിക്ക് വേണ്ടി നിന്റെ മക്കളുടെ
ആസ്വദിക്കേണ്ട സമയമാണ്. അപ്പൊ 25 വർഷങ്ങൾക്ക് മുമ്പുള്ള എന്നെയാണ് ഞാനിപ്പോ നിന്റെ സ്ഥാനത്ത് കാണുന്നത്. എനിക്കതൊന്ന് പറഞ്ഞു തരാനായിട്ട് ആരും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് എന്റെ പൊന്നു മോനെ, നല്ലൊരു ഫാമിലി, അതായത് നല്ലൊരു ഭാര്യ, 2 പിള്ളേര്, ഇവരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യും മാക്സിമം. കാരണം കുറച്ചു കാലം കഴിഞ്ഞാൽ അതൊന്നും കിട്ടില്ല. മക്കൾക്ക് വേണ്ടി ഒരു കാലത്തും പൈസ സമ്പാദിച്ച് വെക്കരുത് എന്നാണ് ആ പുള്ളി എനിക്ക് തന്ന ഉപദേശം. ഈ അപ്പച്ചോട് സംസാരിച്ച് കഴിഞ്ഞതിന് ശേഷം ഞാൻ എന്റെ ഒരു മനസ്സമാനത്തിന് വേണ്ടിയിട്ട് ഞാൻ എന്റെ ലയബിലിറ്റീസ് എല്ലാം കൂടി ഉള്ള ഒരു കണക്ക് അങ്ങനെ എഴുതിണ്ടെങ്കിൽ മക്കൾക്ക് പഠിത്തം കൊടുക്കുക, എത്രയൊക്കെ നമ്മുടെ കണക്കുകൾ അങ്ങനെ എഴുതി വന്നു. അതിന്റെ കൂട്ടത്തിലാണ് നമ്മൾ ഇവിടെ ചെയ്തു വെച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ, വീട് അങ്ങനത്തെ കാര്യങ്ങള്, അതിന്റെ വാല്യൂ കൂടി നോക്കി പോകും. സത്യം പറഞ്ഞാൽ ഞാൻ അത്ര പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താ വെച്ചെങ്കില് നമുക്ക് ഈ കടത്തിനെക്കാട്ടും കൂടുതലായിട്ട് നമുക്ക് ശരിക്കും അസറ്റ് ബിൽഡപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ ഈ അസറ്റ് നമുക്കൊരു ആവശ്യ സമയത്ത് നമ്മളൊന്ന് ലിക്വിഡേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ എന്താ പറയാ, അത് ക്യാഷ് ആക്കി മാറ്റുക, അതായത് വിൽക്കുക അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്യുക എന്ന് പറയുമ്പോ നമ്മളെ കൊണ്ട് അത് സാധിക്കില്ല. പണ്ട് കാലത്തും നമ്മുടെ മലയാളികളുടെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചെങ്കില് ഈ ആൾക്കാരെ കാണിക്കാനായിട്ട് 2 ഏക്കറും 5 ഏക്കറും പറമ്പുണ്ടാവും. അതിനകത്തുനിന്ന് പ്രത്യേകിച്ച് വരുമാനമൊന്നും വന്നില്ലെങ്കിലും അത് ആർക്കെങ്കിലും ഇപ്പൊ വീട് വെക്കാൻ വേണ്ടി വിറ്റ് കഴിഞ്ഞാല് നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ നടക്കും. പക്ഷെ നമ്മളത് ചെയ്യില്ല. കാരണം വെച്ചെങ്കില് അത് തറവാട് മുടിഞ്ഞു അല്ലെങ്കിൽ വിറ്റു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര എന്തൊക്കെയോ പ്രശ്നങ്ങളാണ് നമുക്ക്, ദുരഭിമാനമാണ് നമുക്ക്. അതിന്റെ പേരിൽ നമ്മളത് ചെയ്യില്ല. നമ്മളതിങ്ങനെ കടിച്ചു പിടിച്ചിരിക്കും. പട്ടിണി കിടന്നിട്ടാണെങ്കിൽ നമ്മള് പച്ചവെള്ളം കുടിച്ചിട്ടാണെങ്കിലും പറമ്പ് നമ്മള് വിൽക്കില്ല, അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള സാധനങ്ങൾ മാക്സിമം നമ്മൾ വിൽക്കില്ല. ബോധമുള്ളവൻ പറയും സ്വർണം പണയം വെക്കുകയാണെങ്കിൽ 3-4 മാസത്തിന് മുകളില് പണയം വെക്കുന്നത് നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് നോക്കിയാൽ നഷ്ടമാന്ന് പറയും. എന്നാ പോലും സ്വർണ്ണപ്പണപ്പണയ പരിപാടി കൂടുതലായിട്ട് നമ്മുടെ മലയാളീസ് തകർത്താടിക്കൊണ്ടിരിക്കും. അതിനകത്തൊരു വേറെ മാറ്റങ്ങളൊന്നും നമുക്ക് ഉണ്ടാവില്ല. സാധാരണ ഒരു കുടുംബത്തിൽ നിന്ന് വന്ന ഒരാള്, സാധാരണ കുടുംബത്തിൽ വന്ന ഞാൻ വളരെ സാധാരണപ്പെട്ട ഒരു കുടുംബത്തിൽ വന്ന ഒരാളല്ല. അപ്പൊ എന്നെ സംബന്ധിച്ച് ഞാനും സത്യം പറഞ്ഞ കോടീശ്വരനാണ്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ ഫസ്റ്റ് ടൈറ്റിൽ ഇട്ടത് പട്ടിണി കിടക്കുന്ന കോടീശ്വരൻ എന്ന് പറഞ്ഞത്. വെറുതെ പറഞ്ഞതല്ല. അതായത് ഏതൊരു കോടീശ്വരനും വലിയ വലിയ സംഭവങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ നമ്മളെ സംബന്ധിച്ച് കുഞ്ഞു സംഭവങ്ങള്. ഞാൻ ഈ കോടീശ്വരൻ എന്ന് പറഞ്ഞത് വലിയ ടാറ്റാ ബിർള അങ്ങനത്തെ കോടീശ്വരനല്ല, സാധാരണ കോടീശ്വരൻ. ഓക്കെ, ഇനിയിപ്പോ അതും പറഞ്ഞ എന്റെ മെക്കെട്ടായിരിക്കും കയറാൻ വരരുത്. നമ്മുടെ കയ്യിൽ നിൽക്കുന്ന ഒരു ഡയമണ്ട്, ഈ ഡയമണ്ട് നമുക്കൊരു അത്യാവശ്യ സമയത്ത് ഉപകരിക്കാതെ നമ്മൾ ചപ്പി വിലയ്ക്ക് മുകളിൽ പോയിരിക്കുന്ന സമയത്ത് നമ്മുടെ മക്കൾക്ക് അത് കിട്ടിയിട്ട് നമുക്ക് വല്ല മെച്ചമുണ്ടാകും. നമുക്കൊരു മെച്ചമില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യേണ്ടത് വെച്ചെങ്കിൽ നമ്മള് നമ്മുടെ ലൈഫില് അപ്പൊ നമ്മളെന്ത് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ നമ്മള് നമ്മുടെ ലൈഫില് ഒരുപാട് ടാർഗറ്റുകൾ നമ്മൾ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്ന നമ്മളെ മയത്ത് കയറിട്ടേ വീഴുന്ന പണി ഉദ്ദേശിക്കുന്ന വീട് എത്രയാണ് നമുക്ക് പറ്റിയത് കൊത്തിക്കൊണ്ട് നമ്മൾ ടാർഗറ്റ് ഇട്ട് കഴിഞ്ഞാല്
നമുക്ക് ഒരു പരിധി കഴിഞ്ഞാല് ചത്ത് കിടന്ന് പണിയെടുക്കണ്ട. പണ്ടത്തെ പോലെ എനിക്ക് കാലുവേദന, മുട്ടുവേദന, തന്ത്രവേദനയൊക്കെ ഉണ്ട്. അപ്പൊ എല്ലാ കാലത്തും ആരോഗ്യം നമുക്ക് ഉണ്ടാവില്ല. അപ്പൊ അത് കാരണം കൊണ്ട് നമ്മുടെ ആഗ്രഹങ്ങളെ ഒന്ന് എന്താ പറയാ അച്ചടക്കത്തോടുകൂടി എത്തി കഴിഞ്ഞാലുള്ള മെച്ചം എന്താ വെച്ചെങ്കില് വല്ലാണ്ട് കിടന്ന് നമുക്ക് ചത്ത് കിടന്നിട്ടേ പണിയെടുക്കണ്ട. നമുക്ക് വേണ്ടി ജീവിക്കണം. നമ്മൾ നിൽക്കേണ്ട കാലം മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ചില്ല. മക്കൾക്കും ഭാര്യയ്ക്കും ബാക്കിയുള്ള ആൾക്കാർക്കും സഹോദരങ്ങൾക്കെല്ലാം വേണ്ടി ജീവിച്ചിട്ടുണ്ടാവും. പക്ഷെ എപ്പോഴും ചിന്തിച്ചു നോക്കുക, നമുക്ക് വേണ്ടി സ്വയം അവനവന് വേണ്ടി ജീവിക്കണം, അല്ലെങ്കിൽ സ്വസ്ഥമായിട്ടൊന്ന് ജീവിക്കണം എന്നുള്ള ഒരു അവസ്ഥ നമ്മൾ വരുത്തണം. ഞാൻ ഈ ചിന്തകളൊക്കെ വെച്ചുകൊണ്ട് എന്റെ ഫ്രണ്ട്സിനെ വിളിച്ചു. ആദ്യം ഞാൻ വിളിച്ചിട്ട് കുറച്ച് കാശ് കണക്ക് കിട്ടിയത്. അപ്പൊ അവരിലുണ്ടായില്ല. അപ്പൊ ഞാൻ ഈ ചോദിക്കുന്ന ആൾക്കാർക്ക് പറഞ്ഞ 2 വീട്, ബെൻസ്, BMW, അങ്ങനത്തെ നല്ല വലിയ വലിയ കാറുകളും ഒക്കെയുള്ള ആൾക്കാരാണ്. പക്ഷെ ഞാൻ ഈ ഒരു ആശയം പറഞ്ഞപ്പോഴേ നമ്മളെ ഈ പറഞ്ഞ ഡയമണ്ട് കൈ വെച്ചിട്ട് എന്താ കാര്യം ചോദിച്ചപ്പോ എല്ലാവരും പറഞ്ഞു, ഒരാൾ പോലും നോ പറഞ്ഞില്ല. നല്ല കാര്യം ചെയ്തത് ഈ പറയണത്. പക്ഷെ എത്രയും പെട്ടെന്ന് ഡോക്ടറെ കണ്ടോളൂ എന്ന് തോന്നി. അതായത് ഞാൻ ഫസ്റ്റ് പറഞ്ഞ മനസ്സിൽ ഇട്ട് പറഞ്ഞ പാട്ടിന്റെ കാര്യമുണ്ട്. അതായത് നമ്മുടെ ചിന്തകൾ നമ്മുടെ തലയിലിരുന്ന് കളിക്കുമ്പോ വളരെ സംഭവമാണ്. പുറത്തേക്ക് എത്തുമ്പോഴാണ് ബാക്കിയുള്ള അതിന്റെ ഇത് പറയാം. അപ്പൊ എല്ലാവരും പറഞ്ഞത്ര കാര്യമുള്ളൂ, മക്കൾക്ക് വേണ്ടി സമ്പാദിക്കരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാവില്ല. മക്കളുടെ കാര്യങ്ങൾ നമ്മൾ തന്നെ നോക്കേണ്ടത്. ആവുന്നുള്ള കാലത്ത് നമ്മൾ പണിയെടുക്കുക എന്നുള്ളതാണ് എല്ലാവരും പറയുന്ന ഒരു വാക്ക്. പക്ഷെ ആവുന്നുള്ള കാലം പണിയെടുക്കുക എന്നുള്ളതിന്റെ കൂടെ തന്നെ ഒരു കട്ട് ഓഫ് ടൈം വെച്ചിട്ട് നമുക്ക് വേണ്ടി ജീവിക്കാനായിട്ടൊരു ടൈം പീരീഡ് നമ്മൾ കണ്ടെത്തി വെക്കണം എന്ന് തന്നെയാണ് ഞാനിപ്പോഴും പാടിക്കൊണ്ടിരിക്കുന്ന പാട്ട്. അത് തന്നെയാണ്. കാരണം കഴിഞ്ഞ ഒരാഴ്ചത്തെ അനുഭവം അല്ലാതെ എന്നെ ചിന്തിച്ചൊരു കാര്യമായിരുന്നു. കഴിഞ്ഞ ഒരു വർഷക്കാലം സത്യം പറഞ്ഞു കഴിഞ്ഞാല് എന്റെ തലയ്ക്ക് മുകളിൽ കിടക്കുന്ന ആളുകൾ, അതായത് എന്റെ മുകളിൽ വരുന്ന ഞാൻ പ്രകടിപ്പിക്കുന്നത് എന്റെ വീട്ടിൽ നിന്നല്ല. അപ്പൊ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ ഒരു വർഷമായിട്ട് എന്റെ ഭാര്യയ്ക്കും എന്റെ മക്കൾക്കും കിട്ടുന്ന എന്റെ വീട്ടിലുള്ള നല്ല നല്ല മുഹൂർത്തങ്ങള് അല്ലെങ്കിൽ നല്ല അവരുടെ സമയങ്ങളൊക്കെ നമ്മൾ നശിപ്പിച്ചിട്ടുണ്ട്. പറയുമ്പോ പറയാം വീടൊക്കെ ഉണ്ടല്ലോ, അതുള്ളത് പറയാം. പക്ഷെ നമുക്ക് ആവാനായിട്ട് പറ്റിയിട്ടില്ല കഴിഞ്ഞ ഒരു വർഷം. ഇപ്പൊ എത്രയും പെട്ടെന്ന് തന്നെ സാധിക്കണം. അതിനുള്ള എന്തെങ്കിലും കാര്യം ചെയ്യണം എന്നുള്ള ഞാൻ നിൽക്കണം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പലരോട് തമാശക്ക് പറയും, നമ്മൾ ജോലി ചെയ്യുന്നു, ശമ്പളം തരുന്നു, ലോൺ അടയ്ക്കുന്നു, വീണ്ടും ജോലി ചെയ്യുന്നു, ശമ്പളം വരുന്നു, ലോൺ അടയ്ക്കുന്നു. ഇത് തമാശയില് പറയുന്ന. പക്ഷെ ശരിക്കും ഇതിനെ സീരിയസ് ആയിട്ട് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ജോലി ചെയ്യുന്നത് തീർച്ചയായിട്ടും നമ്മൾ ലോണൊക്കെ എടുക്കും. നമ്മുടെ ആവശ്യങ്ങൾ നടത്താൻ നമ്മൾ ലോൺ എടുക്കും, വീട് പണിയാൻ ലോൺ എടുത്തു, അങ്ങനത്തെ കാര്യത്തിൽ ലോണൊക്കെ എടുക്കും നമ്മള്. പക്ഷെ നമ്മുടെ സമ്പാദ്യത്തിന്റെ ഒരു ഹിംസ ഭാഗം ഓരോ ലയബിലിറ്റിക്ക് പേരിൽ നമ്മൾ ഇങ്ങനെ ബാങ്കുകളിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. നമ്മുടെ അതൊക്കെ ഒന്ന് കണ്ടക്ട് ചെയ്ത് നമ്മൾ പെടാനുള്ളത് പെട്ടു. വീഡിയോ കാണുന്ന നിങ്ങളേക്കും അങ്ങനെ പെടാനായിട്ട് പോകുന്നുണ്ടെങ്കിൽ ഒന്നും കൂടിക്ക് ഒന്ന് ചിന്തിക്കുക. അപ്പുറത്തെ വീട്ടിലുള്ള എന്ത് ചെയ്യണമെന്ന് നോക്കിയിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യമില്ല. വീട് വിറ്റെല്ലാം പ്രശ്നം കഴിഞ്ഞു. വീട് വെക്കുക അല്ലല്ലോ, BMW വേണം എന്ന് വാശിയുണ്ടെങ്കിൽ അത്. പക്ഷെ അവിടേക്ക് എത്താനുള്ള താക്കത്ത് കൂടി നമുക്ക് വേണം. അല്ലെങ്കിൽ ഇതേപോലെ തന്നെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. എപ്പോഴും തട്ടുകേട് പറ്റി കഴിഞ്ഞാല് ശരിക്കും നമ്മള് നക്ഷത്രക്കാലം എണ്ണിക്കൊണ്ടിരിക്കും. ഇനിയുള്ള കാലത്ത് നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ട് ഒരു പരിധി വിട്ടിട്ടുള്ള സമ്പാദ്യങ്ങൾ നമ്മൾ കൊടുക്കാൻ പാടില്ല. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് പ്രത്യേകിച്ച് ഈ കൊറോണ വന്നതിന് ശേഷം എല്ലാവരും ഓൺലൈനിലാണ് കാര്യങ്ങൾ, ആക്ടിവിറ്റീസ് ഒന്നും സത്യം പറഞ്ഞു കഴിഞ്ഞാല്. അപ്പൊ ഇവരെ നമ്മള് വല്ലാണ്ട് സ്നേഹം പ്രകടിപ്പിക്കാനായിട്ട് ഇവർക്ക് സമ്പത്ത് ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാല് ഈ സമ്പത്ത് കുടിച്ച് നമ്മൾ ചെയ്യാത്ത പണി അവർ ചെയ്യും. അവർ നൈസായിട്ട് അത് അതിനെ ക്യാഷ് ആക്കിയിട്ട് അവരങ്ങ് ജീവിച്ച് അവസാനിക്കും. നഷ്ടമില്ല, നഷ്ടം നമുക്ക് തന്നെയാ. അപ്പൊ നമ്മുടെ മക്കളോട് വരുന്ന തലമുറയോട് അല്പെങ്കിലും സ്നേഹം ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടി കരുതലൊക്കെ ആവാം. പക്ഷെ വിട്ടിട്ട് എന്താ പറയാ എല്ലാം നമ്മൾ ചെയ്തു കൊടുത്താൽ പിന്നെ അത് കഴിഞ്ഞല്ലോ എന്നുള്ള രീതിയിൽ നമ്മൾ ഒരു കാരണവശാലും ചെയ്യരുത്. കാരണം അവർക്ക് അധ്വാനത്തിന്റെ വില അത് നമ്മൾ അറിയിച്ചു കൊടുക്കാനായിട്ട് നമുക്ക് ബാധ്യതയുണ്ട്. ഒരു മീനിനെ വേണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു കുട്ടിക്ക് ആ മീനിനെ മേടിച്ചു കൊടുക്കാതെ പകരം ആ മീനിനെ തിരിക്കാനായിട്ട് ഒരു ചൂണ്ടയും ഒരു അരയും കൊടുത്തിട്ട് അത് എങ്ങനെ ഫിഷിങ് നടത്തണമെന്ന് ആ കൊച്ചിനെ പഠിപ്പിക്കുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ശരിക്കും നമ്മുടെ പാരന്റ്സിന്റെ ഉത്തരവാദിത്വം. അപ്പൊ എന്താ വെച്ചാൽ അവര് ഒരു സാധനം ആഗ്രഹിക്കുമ്പോൾ അവര് തന്നെ അത് നേടിയെടുക്കാനായിട്ടുള്ള അതിന്റെ അധ്വാനം കാര്യങ്ങളൊക്കെ ഒരു പാരന്റിലാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഒരിക്കലും ഒരു ഫോട്ടോസ് വേണം എന്ന് പറയുന്ന കുട്ടിക്ക് എന്നാ പിന്നെ ഒരു പോത്തിനെ കാര്യങ്ങൾ പഠിച്ചു കൊടുക്കുക. അപ്പോ എനിക്ക് പഴഞ്ചൊല്ലിട്ട് വളച്ചൊടിക്കുന്നത് പഴഞ്ചൊല്ല് കഥയില്ല പതിരില്ല എന്ന് പറഞ്ഞാൽ പറഞ്ഞ പഴഞ്ചൊല്ല് അങ്ങനെ പോട്ടെ. അപ്പോ ഓക്കെ, I'm the individual. I want to grow. I want to learn.
മേഖലയിലും ഒരു വിജയക്കൊടി പാറിച്ച മലയാളി ഉണ്ടാകും. ഇതൊരു വെറും തമാശയല്ല. അങ്ങനെ ഒരു മലയാളിയാണ് ഞാൻ ഇന്ന് പ്രേക്ഷകർക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നതും പരിചയപ്പെടുന്നത്. സിറിയ കാലഞ്ചേരി അഥവാ അലൻ മാത്യൂസ്. അച്ഛൻ പട്ടത്തിന് വേണ്ടി സെമിനാരിയിൽ പഠനം, ചെന്നെത്തുന്നത് അമേരിക്കൻ സൈന്യത്തിൽ, പിന്നീട് അവിടെ നിന്ന് അഭ്രപാളികളിൽ. അങ്ങനെ സംഭവബഹുലമായ ഒരു ജീവിത കഥ പറയാനുണ്ട് അലൻ മാത്യൂസിന് അഥവാ സിറിയ കാലഞ്ചേരി. നമുക്ക് അദ്ദേഹത്തെ പരിചയം. വെൽക്കം. താങ്ക് യു വെരി മച്ച്. എന്നെ അത്ഭുതപ്പെടുത്തിയൊരു കാര്യം, ഞാൻ താങ്കളുടെ ജീവിതത്തിലെ പല ഏടുകൾ ഇങ്ങനെ കടന്നുപോയപ്പോൾ ഇവിടെ താങ്കൾ സത്യത്തിൽ ഇപ്പോൾ ഒരു അച്ഛനായി ഇരിക്കേണ്ടതാണ്. പകരം താങ്കൾ ഇപ്പോൾ ഒരു ഫിലിം സ്റ്റാർ ആയിട്ടാണ് ഇരിക്കുന്നത്. അതിനിടയിൽ അമേരിക്കൻ സൈന്യത്തിൽ സേവനം അനുഷ്ഠിക്കുക. എനിക്കൊന്ന് അമേരിക്കൻ സേനയുടെ ഭാഗമാകുന്ന ആദ്യത്തെ മലയാളി എന്ന് പറയാമോ താങ്കളെ കുറിച്ച്? മലയാളീസ് അപ്പോൾ ഡോക്ടേഴ്സ് ഉണ്ടാവാം, പക്ഷേ എൻലിസ്റ്റഡ് ആയിട്ടുള്ള ഒരു ആദ്യ മലയാളി. എങ്ങനെയാണ് അമേരിക്കൻ സൈന്യത്തിന്റെ ഭാഗം? ജോലി ചെയ്തിട്ടുണ്ട് അലബാമ സ്റ്റേറ്റ്. അപ്പോൾ ഇവിടെ വന്നൊരു ഗസ്റ്റ് ഒരു മേജർ ജനറൽ റിട്ടയർഡ് പേഴ്സൺ. അപ്പോൾ സ്വാഭാവികമായിട്ടും എൻ്റെ ഒരു നേച്ചർ ഹെൽപ്പിംഗ് നേച്ചർ ഞാൻ അവരുടെ ബാഗ് കൊണ്ടുപോയി ഇന്ത്യ. അപ്പോൾ പുള്ളി അപ്പോൾ നീ ഈ കാർഡ് കൊണ്ടുപോയി അടുത്ത റിക്രൂട്ടിംഗ് സ്റ്റേഷനിൽ കൊണ്ടുപോയി കൊടുക്കുക. താങ്കളുടെ ജീവിതത്തിലെ പല ഏടുകൾ ഇങ്ങനെ കടന്നുപോയപ്പോൾ ഇവിടെ താങ്കൾ സത്യത്തിൽ ഇപ്പോൾ ഒരു അച്ഛനായി ഇരിക്കേണ്ടതാണ്. ഫിലിം സ്റ്റാർ ആയിട്ടാണ് ഇരിക്കുന്നത്. അതിനിടയിൽ അമേരിക്കൻ സൈന്യത്തിൽ സേവനം അനുഷ്ഠിക്കുക. എനിക്കൊന്ന് അമേരിക്കൻ സേനയുടെ ഭാഗമാകുന്ന ആദ്യത്തെ മലയാളി എന്ന് പറയാൻ മലയാളീസ് അപ്പോൾ ഡോക്ടേഴ്സ് ഉണ്ടാവും. അവിടെ നിന്നപ്പോൾ വേറൊന്ന്, ഇവിടെ നിന്നപ്പോൾ വേറൊന്ന്. എന്താലേ പുള്ളിയോട് ചോദിച്ചത് നീ എവിടെ നിന്നാണെന്ന് ചോദിക്കുന്നത്. ഞാൻ പറഞ്ഞാൽ ഇന്ത്യ എന്നാണ് പറയുന്നത്. അപ്പോൾ പുള്ളിയോട് ചോദിച്ചത് നിനക്ക് ഭാഷകളൊക്കെ അറിയത്തില്ല. ഞാൻ പറഞ്ഞാൽ അറിയാം. അപ്പോൾ നീ ഈ കാർഡ് കൊണ്ടുപോയി അടുത്ത റിക്രൂട്ടിംഗ് സ്റ്റേഷനിൽ കൊണ്ടുപോയി കൊടുക്കുക. എന്നിട്ട് പറയുക നിനക്കിങ്ങനെ ഭാഷയൊക്കെ അറിയാമെന്ന് പറയും. അപ്പോൾ അവർ തന്നെ എടുത്തോളൂ എന്ന് പറഞ്ഞു. ഞാൻ വിചാരിച്ചു ഇങ്ങനെയൊക്കെ പറ്റുമല്ലേ. ഞാൻ പറഞ്ഞു എനിക്ക് ഗ്രീൻ കാർഡേ ഉള്ളൂ, കുഴപ്പമൊന്നുമില്ല, ചെല്ലാൻ പറഞ്ഞു. അതാണ് അതിൻ്റെ ആരംഭം. പക്ഷേ ഈ സെമിനാരിൽ നിന്ന് എങ്ങനെയാണ് ഈ അറബ് കൺട്രീസിലേക്ക് എത്തുന്നത്? അറബോ? അതൊരു വിവാഹത്തിലൂടെയാണ്.